ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്കിലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ആഴ്ച നമ്മൾ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എൻ്റെ വീഡിയോ ശരിക്കും ശ്രദ്ധിച്ചവർക്ക് ഈ ആഴ്ച പെട്ടെന്ന് കാര്യം പിടികിട്ടും. ഓക്കെ, അപ്പം അതിന് മുന്നേ വരുന്നതിന് മുന്നേ നമുക്ക് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച നമ്മൾ ഇൻട്രാഡേ ചെയ്ത ലെവലുകൾ അല്ലേ, ഈ കാണുന്നതാണ് ഇൻട്രാഡേ ചെയ്ത ലെവലുകൾ. നല്ല രീതിയിൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ മാർക്കറ്റ് വന്നു അല്ലേ. നമ്മളിവിടെ ബ്രേക്ക് കഴിഞ്ഞപ്പോൾ പലരും ഇവിടെ എല്ലാവർക്കും പലർക്കും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അത് മിസ്റ്റേക്ക് പറ്റിയത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈസ് ആക്ഷൻ സീരീസ് കാണാത്തവർക്കാണ് മിസ്റ്റേക്ക് പറ്റിയത്. അപ്പം എന്നെ കുറേ നാളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾ എനിക്ക് മെസ്സേജ് ചെയ്തു, സാറേ ഞാൻ ഇവിടുന്ന് ഒരു സി എടുത്തു, അത് ശരിയാണോ തെറ്റാണോ? വളരെ ക്ലിയറായിട്ട് പറഞ്ഞ് തെറ്റാണ്. ശരിയല്ലേ? പ്രൈസ് ആക്ഷൻ പഠിച്ചവർക്കറിയാം. അറ്റ്ലീസ്റ്റ് പ്രൈസ് ആക്ഷൻ മൊത്തം കണ്ടില്ലെങ്കിലും ചാർട്ടിൽ എങ്ങനെ ട്രേഡ് എടുക്കാമെന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, ഞാനിവിടെ പിൻ ചെയ്തേക്കാം. അറ്റ്ലീസ്റ്റ് ആ വീഡിയോ എങ്കിലും കണ്ടാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എങ്ങനെയാണ് ട്രേഡ് എടുക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാകും. ഇതറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളുടെ ഈ അജ്ഞതയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ശത്രു. നമ്മുടെ അറിവില്ലായ്മയാണ് നമ്മുടെ നഷ്ടത്തിലേക്ക് നമ്മൾ കൂപ്പ് കുത്താനുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ അറിവില്ലായ്മയാണ്, അജ്ഞത. അപ്പം അതുകൊണ്ട് പഠിച്ചിട്ട് മാത്രം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും എന്താണ് നമ്മുടെ തിയറി എന്താണ്. ഇവിടെ 5 മിനിറ്റിൻ്റെ ഒരു ക്യാൻഡിൽ എന്ത് ചെയ്യണം, 70 to 80% ബോഡിയോടെ ഒരു ക്ലോസിങ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇവിടെ നിന്നൊരു ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. അതിനുശേഷം മാർക്കറ്റ് നേരെ താഴോട്ട് പോകുന്നു. താഴോട്ട് ഇവിടെ ഈ റേഞ്ചിൽ എത്തിയപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു വര വരച്ചത്. ഒരു ഫ്ലാഗ് ആൻഡ് പോൾ, ഇൻവേർട്ടഡ് ഫ്ലാഗ് ആൻഡ് പോൾ നമ്മൾ കണ്ടു. അത് നേരെ അതിന് പ്രകാരം തന്നെ ആദ്യത്തെ സ്ട്രെച്ച് വന്നില്ലെങ്കിൽ സെക്കൻഡ് സ്ട്രെച്ചിൽ റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് താഴെ വന്നു. മാന്യമായ രീതിയിലുള്ളവർക്കും പ്രോഫിറ്റ് ബുക്കാനുള്ള അവസരമുണ്ട്. അപ്പം നമുക്കിവിടെ 10 മണിക്ക് ഇത് ഞാൻ പറഞ്ഞു, രാവിലെ 10 മണിക്ക് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. അത് ഇവിടെ എത്തിയപ്പോഴൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് ഇൻഫർമേഷൻ കൊടുത്തു. ഇവിടുന്ന് ശേഷം ഇവിടുന്ന് നമുക്ക് മാന്യമായ രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വീട്ടിൽ പോയവർ ധാരാളമുണ്ട് അല്ലേ. ഇവിടെ ഞാനപ്പോൾ ചോദിക്കുകയും ചെയ്തു വൈകുന്നേരം, ഇവിടം വരെ എടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വീട്ടിൽ പോയ ധാരാളം ആൾക്കാരുണ്ട്. 10 മണിയായപ്പോൾ ഞാൻ പറഞ്ഞു 10 മണി ആയതേ ഉള്ളൂ, നിങ്ങൾക്ക് വീട്ടിൽ പോവാം എന്ന് പറഞ്ഞു. അതിനുശേഷം കാത്തുകെട്ടി കിടന്നവർ അല്ലെ കുറ്റിയടിച്ച് കിടന്നവർക്ക് ഇവിടെ വന്നപ്പോഴെങ്കിലും ഇറങ്ങി പോകുമായിരുന്നു. അപ്പം മണി 12 അല്ലേ. അതിനുശേഷം പിന്നെ അങ്ങോട്ട് എന്ത് കിട്ടി എന്ന് എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് വീണ്ടും എടുത്തവർക്കും എല്ലാം കിട്ടിക്കാണുമായിരിക്കും. ഇനി എന്തായാലും ഈ വൈകുന്നേരം 3:30 വരെ കുത്തിപ്പിടിച്ച് കൂടി ഇരിക്കുന്നതാണോ നല്ലത്, അത് 10 മണിക്ക് രാവിലെ അവസാനിപ്പിച്ചുള്ളതും മേടിച്ചോണ്ട് വീട്ടിൽ പോകുന്നതാണ്. ഒരു ദിവസത്തെ ശമ്പളം ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, ഒരു ദിവസത്തെ ശമ്പളം നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ നിങ്ങൾക്കൊരു സാലറി കിട്ടുന്നുണ്ടല്ലോ ഇല്ലേ. ഈവൻ കളിക്കാൻ പോകുവാണെങ്കിലും 1000 രൂപ കിട്ടും, ശരിയല്ലേ? അല്ലെങ്കിൽ വാട്ടവർ നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് അതിന് നിങ്ങൾക്കൊരു സാലറി കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ദിവസത്തെ സാലറി എത്രയാണോ അത് കിട്ടിയാൽ നിങ്ങൾ അവസാനിപ്പിക്കണം എന്ന് ഞാൻ പറയത്തുള്ളൂ. എൻ്റെ ഉപദേശം അതാണ്. എത്ര പേര് അനുസരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എനിവേ, എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഇനിയും ഫർദറായിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നതായിരുന്നു നമുക്ക് ചിന്തിക്കാം. അതിന് മുന്നേ നമ്മുടെ മീറ്റപ്പ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ സൂചിപ്പിച്ചായിരുന്നു, ഗ്രൂപ്പിൽ സൂചിപ്പിച്ചായിരുന്നു, പ്രവാസികളായിട്ടുള്ള ആൾക്കാർ ഇതിൽ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം കൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടും പങ്കെടുക്കാൻ പറ്റാത്ത ധാരാളം ആൾക്കാരാണ്. അവരെ നിങ്ങളെ സഹായിക്കണം, നിങ്ങളെ സ്പോൺസർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ധാരാളം ആൾക്കാർ അതിന് മുന്നോട്ട് വന്നു. ഞാൻ റിയലി ആരുടെ പേരെടുത്തൊന്നും പറയാതെ അങ്ങനെ ഞാൻ അവരെ അവമാനിക്കാൻ ശ്രമിക്കുന്നില്ല. സ്പോൺസർ ചെയ്ത ആൾക്ക് പോലും അറിയത്തില്ല ഞാൻ ആരെയാണ് സ്പോൺസർ ചെയ്യുന്നുള്ള കാര്യം. ബട്ട് സ്പോൺസർ ചെയ്തവർക്കറിയാം, സ്പോൺസർഷിപ്പ് കിട്ടിയവർക്കറിയാം നിങ്ങൾ ഓരോരുത്തരും ആരാണെന്നുള്ള കാര്യം. എനിവേ, എന്തായാലും അർഹമായ കൈകളിലേക്ക് അല്ലെ അർഹരായവരെ മാത്രമാണ് നമ്മൾ. കാരണം ഇവിടെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോടൊക്കെ ഗ്രൂപ്പിലുള്ളവരാണെങ്കിലും ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാൻ പറ്റും നിങ്ങൾ ഓരോരുത്തരെ പറ്റി എനിക്ക് നല്ല ഗ്രാഹ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്പോൺസർഷിപ്പ് നമ്മുടെ മുന്നിൽ വരുമ്പം, ഒരു റിക്വസ്റ്റ് നമ്മുടെ മുന്നിൽ വരുമ്പം നമുക്ക് ആളെ പറ്റി വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ആ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നത്. എനിവേ, എന്തായാലും സഹകരിച്ച എല്ലാവരും, അത് പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള എല്ലാവരോടും വളരെയധികം നന്ദി പറയുന്നു. ഇനി എന്തായാലും നമ്മൾ വിചാരിച്ചതിനേക്കാൾ വളരെ ഭംഗിയായിട്ട് സംഭവങ്ങൾ മുന്നോട്ട് പോകുന്നു. നമ്മുടെ മുന്നിൽ ഇനിയും 2 ആഴ്ചയോളം ഉണ്ട് അല്ലേ. അടുത്ത ഞായറാഴ്ച, നെക്സ്റ്റ് ഞായറാഴ്ച അന്നാണ് നമ്മുടെ പരിപാടി. ഓക്കെ, സഹകരിച്ച എല്ലാവർക്കും നന്ദി. നിങ്ങൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ
ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ ഇട്ടേക്കാം. താല്പര്യമുള്ളവർക്ക് അവിടെ ജോയിൻ ചെയ്യാം. ഒരു ന്യായമായിട്ടുള്ളൊരു ഒരു എൻട്രി ഫീസ് മാത്രമേ ഉള്ളൂ. നമ്മളവിടെ ഒരു ഓണം ഫെസ്റ്റ് പോലെയാണ് നമ്മൾ നടത്തുന്നത്. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ക്ലാസ്സും നിങ്ങളുടെ അനുഭവങ്ങളും പിന്നെ ഒരു ഓണം സദ്യ എല്ലാം കൂടെ ചേർന്നൊരു പരിപാടി, അത്രേ ഉള്ളൂ. നമ്മുടെ ഒരു കുടുംബ സംഗമം അത്ര തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്കിലോട്ട് വരാം. മാർക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം. ഇപ്പം വലിയൊരു ന്യൂസ് കറങ്ങുന്നുണ്ട്. 100% ക്യാപ്ഷനിൽ കണ്ടല്ലോ നിങ്ങൾ, 100% താരിഫ് അടിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. അത് ഫൈനലൈസ് ആയില്ല, അത് ഇംപ്ലിമെൻ്റ് ആകുമെന്ന് ആദ്യം ഉറപ്പായി. പിന്നെ അതിൻ്റെ കുറച്ച് പ്രൊസീഡിങ്സുകളുണ്ട്. എന്തായാലും ഓഗസ്റ്റ് മാസം അവസാനിക്കുന്നതിന് മുന്നേ അത് ഇംപ്ലിമെൻ്റ് ആകും. അങ്ങനെ ഇംപ്ലിമെൻ്റ് ആയാൽ റഷ്യയിൽ നിന്നും ക്രൂഡ് എണ്ണ വാങ്ങിക്കുന്ന ഇന്ത്യ, ചൈന, അസർബൈജാൻ അതുപോലത്തെ കുറേ രാജ്യങ്ങളുടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇവർക്കെല്ലാവർക്കും 100% താരിഫ് അടിച്ച് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളവിടെ നിന്ന് എണ്ണ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഫർദർ സ്റ്റെപ്പ് എന്തുമായി തീരും എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. ഇന്ത്യ ഇതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം മാർക്കറ്റ് ഇത് സത്യം പറഞ്ഞാൽ ഇപ്പം യാതൊരു പിടുത്തമില്ല. കാരണം ഇപ്പോഴത്തെ മാർക്കറ്റിനെ നമുക്ക് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. ശരിയല്ലേ പറഞ്ഞേ? നമ്മൾ ലോകം മുഴുവൻ നെഗറ്റീവ് ന്യൂസ് ആണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് മുകളിലോട്ട് പോകും. ലോകം മുഴുവൻ പോസിറ്റീവ് ന്യൂസ് ആണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് താഴോട്ട് പോകും. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, അല്ലേ? അതുകൊണ്ട് കൂടുതൽ നമുക്ക് ഡയലോഗുകളൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും മാർക്കറ്റ് തിങ്കളാഴ്ച ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നതെന്ന് കണ്ടറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു 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 മാർക്കറ്റിൻ്റെ ഗതിയെപ്പറ്റി നമുക്കൊരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത വീഡിയോകളൊക്കെ കണ്ടവർക്കാണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡെയിലി അനാലിസിസ് ചെയ്തപ്പോൾ നമ്മൾ അതിനകത്തൊരു സംഭവം പറഞ്ഞിരുന്നു. നിങ്ങൾക്കറിയാം. ഇതാ നോക്കിക്കേ, ഇവിടെ നമ്മൾ കൃത്യമായിട്ടൊരു വര വരച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? 24,593 എന്ന് പറഞ്ഞൊരു പ്രീവിയസ് ഹൈ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നമ്മൾ വളരെ വിശദമായിട്ട് എനിക്ക് ഒരു ദിവസത്തെ വീഡിയോ നമ്മളിത് പറഞ്ഞിട്ടുള്ളതാണ്, ഇല്ലേ? ഫസ്റ്റ് ഒരു ക്യാൻഡിൽ വന്നുള്ള സ്ട്രോങ് ക്യാൻഡിൽ നെക്സ്റ്റ് റിജക്ഷനോടുകൂടെ ഇതിനെ മുകളിൽ ക്ലോസ് ചെയ്തു. അതിനേക്കാളും പരിതാപകരമായിട്ട് അല്ലെങ്കിൽ ശക്തി കുറഞ്ഞ ഒരു ക്യാൻഡിൽ വീണ്ടും വന്നു. പിന്നെ ഞാൻ പറഞ്ഞു അടുത്ത ക്യാൻഡിൽ ഡോജിയാണ്, കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്, ഇല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞാൽ? ഓർക്കുന്നുണ്ടോ? ഇവിടെ ആരണബുദ്ധിയായിരിക്കും എല്ലാവരും. അന്ന് കേൾക്കും പിന്നെ അത് മറന്ന് കളയുക പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്ത് എവിടെയാണ് നിങ്ങൾ നോക്കിക്കേ, കണ്ടോ? നമ്മുടെ ലെവലിന് താഴെയാണ് ക്ലോസ് ചെയ്തത്. ആദ്യം വലിയൊരു ക്യാൻഡിൽ വീണു, പിന്നെ ഒരു റെഡ് ക്യാൻഡിൽ റിജക്ഷൻ വീണു, പിന്നെ അതിനേക്കാൾ ശക്തി പറഞ്ഞ വീണു, പിന്നെ കയ്യാലപ്പുറം തേങ്ങ പോലെ ഡോജി വന്നു. ഇപ്പം വന്നിരിക്കുന്ന സാധനം എന്താണ്? ഇതിന് താഴെയാണ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ പേടിക്കണം, അല്ലേ? ഇപ്പോൾ നമുക്ക് പ്രതീക്ഷ ഉള്ളത് എപ്പോഴാണ്? 24,593 മുകളിൽ നമുക്കൊരു ക്ലോസിങ് നല്ല രീതിയിൽ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് അപ്സൈഡിലൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇപ്പം നിൽക്കുന്നത് ഈ ലെവലിൻ്റെ താഴെയാണ്. അപ്പോൾ ഇനി വീണ്ടും ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തിങ്കളാഴ്ച അറിയാം. പ്രത്യേകിച്ച് ഇപ്പം നിലവിലൊരു ന്യൂസ് ഉണ്ട്. ആ ന്യൂസിനോട് മാർക്കറ്റ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നമുക്ക് തിങ്കളാഴ്ച മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെയാണ് ആ ന്യൂസിനോട് മാർക്കറ്റ് പ്രതികരിക്കുകയാണ്, നെഗറ്റീവായിട്ടാണ് പ്രതികരിക്കുന്നതെങ്കിൽ വീണ്ടും 309 എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്, അല്ലേ? താഴെ ഈ നമ്മുടെ ഡേ വൈസുള്ള ലെവലാണ് ഈ പറയുന്നത്, അല്ല ഇൻട്രാഡേ ലെവൽ വേറെ ആയിരിക്കും. ഡേ വൈസിൽ നമുക്കൊരു 309 നമുക്ക് 300 റേഞ്ചിലോട്ട് നമുക്ക് മാർക്കറ്റ് എന്ത് ചെയ്യും? ഇറങ്ങി വരും. അത് പൊട്ടിയാൽ പിന്നെ 24,000 റേഞ്ചിലൊക്കെ നമുക്ക് കാണേണ്ടി വരും. ജസ്റ്റ് ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഇത് സംഭവം പറയുന്നതേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ആ പറഞ്ഞ രീതിയിലാണ് സംഭവങ്ങൾ വരുന്നതെന്ന് ജസ്റ്റ് ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രം. ഓക്കെ, അവനെ കളയാം. ഇനി അടുത്ത ദിവസം ഇനി എങ്ങനെയാണ് മാർക്കറ്റ് പ്രതികരിക്കാൻ പോകുന്നത് പറഞ്ഞാൽ, ഇതിൻ്റെ ഇപ്പം ഉണ്ടാകാൻ പോകുന്ന ഈ ഇമ്പാക്റ്റിൻ്റെ ഏറ്റവും വലിയ ഉപഭോക്താവ് എന്ന് പറയുന്നത് റിലയൻസാണ്. കഴിഞ്ഞ ദിവസം റിലയൻസ് പറക്കുകയൊക്കെ ചെയ്തു, നിങ്ങൾക്ക് അറിയാം. നല്ല രീതിയിൽ റിലയൻസ് മുകളിലോട്ട് പോയി. ഞാൻ ചാർട്ടൊക്കെ ഗൂഗിളിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലൈനിൽ തട്ടിയാണ് മാർക്കറ്റ് ഈ പറയുന്ന നമ്മളുടെ റിലയൻസ് ഇങ്ങനെ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ വരച്ചിട്ട ലൈനായത്, അല്ലേ? അപ്പം ഇവിടെ നാളെ റിലയൻസ് എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നാളെ നിങ്ങൾ റിലയൻസിനെ വാച്ച് ചെയ്യുക. പ്രധാനമായിട്ടും റിലയൻസ് ഈ ന്യൂസ്, കാരണം റഷ്യയിൽ നിന്നാകുമ്പോൾ നിയർ ബൈ ആണ്, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ഇനി അല്ല ഈ റഷ്യയുടെ അവിടെ നിന്നുള്ള ഇത് നിലച്ചാൽ, അവിടുന്ന് ക്രൂഡ് മേടിക്കുന്ന നിലച്ച് കഴിഞ്ഞാൽ പിന്നെ ദൂരേന്ന് പോയി സാധനം വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റൊക്കെ വളരെ കൂടുതലായിരിക്കും, ഇൻഷുറൻസ് വളരെ കൂടുതലായിരിക്കും, പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനോട് എങ്ങനെയാണ് റിലയൻസ് നാളെ പ്രതികരിക്കുന്നത് എന്നുള്ളത്
ജസ്റ്റ് നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. ഓക്കെ. പിന്നെ ബാങ്കിങ് സെക്ടർ ടോട്ടലി ഒരു ചെറിയ വീക്ക്നെസ് ആണ്. ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഈ ICICIയുടെ കാര്യം. ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ICICI നമ്മൾ ഡേ വൈസിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും എപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഓർമ്മയുണ്ടോ? എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയത്തില്ല. എപ്പോഴൊക്കെ ഓൾ ടൈം ഹൈ പോയിട്ടുണ്ടോ, ഈ ലെവൽ എത്തിയിട്ടുണ്ടോ, അപ്പോഴൊക്കെ, അതായത് റിസൾട്ടിൻ്റെ നല്ല റിസൾട്ട് വന്നു കഴിഞ്ഞാലും അടിപൊളി റിസൾട്ട് വന്നു കഴിഞ്ഞാലും ആ റിസൾട്ടിന് ശേഷം ഒരു നല്ല രീതിയിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് സാധാരണതയിൽ നമ്മൾ ICICI കാണാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും സംഭവിച്ചു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്ര പേർക്ക് ഓർമ്മയുണ്ട് എന്നെനിക്ക് അറിയത്തില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. വീണ്ടും നമുക്ക് തിരിച്ച് നമ്മുടെ ലെവലിലോട്ട് വന്നു കഴിഞ്ഞാൽ നാളെ ഈ ഇൻട്രാഡേ വൈസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ നമുക്ക് 300 ഈ ഗ്യാപ്പ് ഡൗൺ ആകുമ്പോഴും ഇപ്പം എനിക്ക് തോന്നുന്നത് ഇവിടെ നമ്മുടെ ഈ ഏരിയയിൽ നമ്മുടെ ബോക്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഓർമ്മ ശരിയാണ്. ഇവിടെ ഏരിയയിലൂടെ ബോക്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ 376, ഞാൻ ഡേ വൈസിൽ ഞാൻ പറഞ്ഞിരുന്നു 376 റേഞ്ചിലോട്ടാണ് ഗ്യാപ്പ് ഡൗൺ വന്നാൽ മാർക്കറ്റ് ഇറങ്ങി വരേണ്ടത് ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട്. ഓക്കെ, നമുക്ക് താഴെ 24,500 സൈക്കോളജിക്കൽ സപ്പോർട്ടുണ്ട്. ഈ സപ്പോർട്ടിന് ശേഷം മാർക്കറ്റ് ഇതൊക്കെ ടെമ്പററി ആയി വരച്ചേക്കുന്നതൊക്കെ ടെമ്പററി സപ്പോർട്ടുകളാണ്, നിങ്ങൾ വാച്ച് ചെയ്യുക. എങ്കിലും മെയിനായിട്ട് നമുക്ക് 376 നിലവിൽ നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഒരു മെയിൻ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നാളെ നമുക്കിപ്പോൾ തൽക്കാലം ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല, രണ്ടെണ്ണം ഇവിടെ കിടന്നോട്ട് നിങ്ങൾക്കറിയാം. നാളെ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഇതിനോട് പ്രതികരിച്ച് ഗ്യാപ്പ് ഡൗണോട്ടാണ് മാർക്കറ്റ് ഇറങ്ങി വരുന്നതെങ്കിൽ നിങ്ങൾ 24,500 സൈക്കോളജിക്കൽ സപ്പോർട്ട്, അതിന് ശേഷം ഇറങ്ങി കഴിഞ്ഞാൽ 24,453 ഉണ്ട്, 428 ഉണ്ട്, പിന്നെ 370. ഈ 500 കഴിഞ്ഞാൽ 376 പിന്നെ ഒരു മെയിൻ സപ്പോർട്ട്. അപ്പോൾ ഇവിടെ ഈ ഏരിയയിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കി മാത്രം നിങ്ങൾ ഒരു ട്രേഡ് നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഓക്കെ, തൽക്കാലം ഇപ്പോൾ നിഫ്റ്റിയെ പറ്റി നമുക്ക് അത്രയും മാത്രമേ പറയാനുള്ളൂ. നാളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റിലയൻസിനെയാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ബാങ്കിങ് സെക്ടർ എടുത്തു കഴിഞ്ഞാൽ ബാങ്കിങ്ങും ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ലെവലിലാണ് കടന്ന് കളിക്കുന്നത്. നമുക്ക് ഈ 57,831 ഇത് തലവരയായിട്ട് നിങ്ങൾക്ക് എടുക്കാം. 57,831 തലവരയായിട്ട് എടുത്ത് ഇതിന് മോളോട്ടെങ്കിൽ താഴോട്ടെങ്കിൽ താഴോട്ട്, ഇത്ര മാത്രമേ ബാങ്ക് നിഫ്റ്റി പറയാനുള്ളൂ. നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ നിഫ്റ്റി മിഡ് ക്യാപ്പാണ്. നിഫ്റ്റി മിഡ് ക്യാപ്പ് 14,848 നല്ലൊരു സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഓൾ ടൈം ഹൈ ഒക്കെ അടിച്ച് ഇങ്ങനെ കറങ്ങി അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ BSE ആണ്. ഈ BSEയും ഹീറോ മോട്ടോകോപ്പും കഴിഞ്ഞ ദിവസം ഒരു ദിവസം ഹീറോ മോട്ടോകോപ്പിനെ ചരിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ദിവസം നോക്കി ഡെയിലി ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഒരു ദിവസം മുകളിലോട്ട് പോയാൽ ഒരു ദിവസം താഴോട്ട്. ഇപ്പം നോക്കിക്കേ, ഹീറോ മോട്ടോകോപ്പ് നിൽക്കുന്നത് ഒരു ശക്തമായ റെസിസ്റ്റൻസിലാണ്. ഞാൻ വരച്ചിട്ട ഡേ വൈസ് റെസിസ്റ്റൻസാണ്. ഒരു ശക്തമായ റെസിസ്റ്റൻസിലാണ് ഇപ്പം ഇവിടെ ഹീറോ മോട്ടോകോപ്പ് നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾ ഈ മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവർ, മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവർ ഈ ഹീറോ മോട്ടോകോപ്പ് ഇവിടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. അതിനനുസരിച്ച് വേണം നിങ്ങൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ. അതുപോലെ തന്നെ BSE നോക്കിക്കഴിഞ്ഞാൽ BSEക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസം ചുമ്മാ ഒന്ന് മുകളിലോട്ട് കയറി കാണിച്ചതിന് ശേഷം പിന്നെയും ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്, ഈ ഒരു ഫോളിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ 3233 എന്ന് പറയുന്ന ഒരു ഡൗൺ ട്രെൻഡ് നമ്മൾ കാണേണ്ടി വരും. 3233 അതായിരിക്കും അതിൻ്റെ സപ്പോർട്ട്. അപ്പോൾ ഈ ഹീറോ മോട്ടോകോപ്പ് BSEയും താഴോട്ടാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ നമ്മളുടെ മിഡ് ക്യാപ്പും എന്ത് ചെയ്യും, താഴോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഓൾ ടൈം ഹൈ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ച് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ലെവലുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ആഴ്ച പറയാനുള്ളത്. കൂടുതലൊന്നുമില്ല. നമ്മുടെ മുന്നിൽ നമ്മുടെ മീറ്റപ്പിന് 2 ആഴ്ച കൂടെ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് സൺഡേ. ഓക്കെ, അപ്പം വേറെ ഒന്നും പറയാനില്ല. ഇത് നമ്മുടെ നാളത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചാൽ ഈ റഷ്യൻ ഓയിലിനെ അടിച്ച 100% താരിഫ്, അത് എങ്ങനെ നമ്മുടെ മാർക്കറ്റ് പ്രതികരിക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. അതിനുശേഷമേ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. എന്തായാലും വളരെ കോഷ്യസായിട്ട് ട്രേഡ് ചെയ്യുക. ഒന്ന് സാവധാനതയോടെ കാത്തിരുന്ന് അവസരം വരുമ്പോൾ മാത്രം ട്രേഡ് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.